ഞാൻ ഇന്നത്തെ ഹിന്ദു പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് വൈരുദ്ധ്യമുള്ള വാർത്തകൾ കാണാനിടയായി. അതിൽ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിലുള്ള കൻവർ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ സുപ്രീം കോടതി അതിലൊരു ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. റദ്ദാക്കിയെന്നല്ല, സ്റ്റേ ചെയ്തെന്ന് പറയാൻ പറ്റും. കൻവർ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പിയിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആനുവലായിട്ടുള്ള ഒരു തീർത്ഥാടന യാത്രയാണ്. അപ്പം ഈ യാത്ര പോകുന്ന റൂട്ടുകളിലൊക്കെ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, ഈ പറഞ്ഞിട്ടുള്ള വഴിയോര കച്ചവടങ്ങൾ, ഹോട്ടലുകൾ, അതായത് ഈ പറഞ്ഞ കടകളിലൊക്കെ അതിൻ്റെ ഉടമസ്ഥരാരാണെന്നുള്ള പേര് വെളിപ്പെടുത്തണമെന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും ഏതായാലും ഈ കടകളുടെ പേരുകൾ ബോർഡ് വെച്ച് വെളിപ്പെടുത്തണമെന്ന് ഉത്തരവ്. അതിപ്പം യു പിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിഴയും. അപ്പം ഇത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ കടകളുടെയൊക്കെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ കാണും, ക്രിസ്ത്യാനികളുടെ കാണും, ഹിന്ദുക്കളുടെ കാണും. അപ്പം സെലക്റ്റീവായിട്ട് കടകളിൽ കയറുക, മറ്റു കടകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുക, അതൊരു സമൂഹത്തിൽ ടെൻഷൻ ഉണ്ടാക്കുക, ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പോകും. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള ഇടപെടലായിട്ട് കണ്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇത് ഈ പറഞ്ഞിട്ടുള്ള ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വാർത്തയിൽ നമ്മൾ കാണുന്നത് സംസ്ഥാന സർക്കാർ, ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലുമൊക്കെയുള്ള സംസ്ഥാന സർക്കാരുകൾ ഈ ഡെലിബറേറ്റ് ആയിട്ട് ഈ വർഗീയ അജണ്ടകൾ എങ്ങനെ നടപ്പിലാക്കുന്നതാണ്. അതേസമയം ഞാൻ ഈ ന്യൂസ് പേപ്പറിൻ്റെ തന്നെ 10ാമത്തെ പേജിൽ മറ്റൊരു വാർത്ത കണ്ടു. അതായത് ബ്രിജ് മണ്ഡൽ യാത്ര, ജലാഭിഷേക യാത്രയാണ് ഹരിയാനയിൽ നടക്കുന്നത്. ഈ യാത്രയിൽ ഈ ഗുർഗാവ് ആൽവാർ നാഷണൽ ഹൈവേയിൽ ഈ പറഞ്ഞിട്ടുള്ള അതുവഴി തീർത്ഥാടകർ പോകുന്ന സമയത്ത് മുസ്ലിം യുവാക്കൾ തണുത്ത വെള്ളവും പഴങ്ങളും ഒക്കെ ആയിട്ട് വന്ന് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ റോസ് പെറ്റൽസ് ഒക്കെ ഇങ്ങനെ വാരി വിതറുന്നു ഇവർ പോകുന്ന വഴിയിലൊക്കെ. അത് മുസ്ലിം യുവാക്കൾ മുസ്ലിം തലപ്പാവുകളൊക്കെ വെച്ചിട്ട് വന്നാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ജോയിൻ സ്റ്റോളുകളൊക്കെ ഈ വഴിയോരങ്ങളിലൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ബ്രദർഹുഡിനെ എടുത്തു കാണിക്കുന്ന വാർത്തയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരിടത്ത് മുസ്ലിങ്ങളുടെ ഷോപ്പുകൾ ഡെലിവറി ആയിട്ട് ഒഴിവാക്കാൻ സ്റ്റേറ്റ് സ്പോൺസേർഡായിട്ട് ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് മറ്റൊരിടത്ത് ഒരു ജില്ലയിൽ ഒരു ഗ്രാമത്തിലെ ആളുകൾ തീർത്ഥാടകർക്ക് തണുത്ത വെള്ളവും പഴങ്ങളും കൊണ്ട് കൊടുക്കുക. ഹിന്ദു മുസ്ലിം എന്നൊന്നും ഇല്ല. അപ്പം ഈ വാർത്ത എനിക്ക് ഭയങ്കര വൈരുദ്ധ്യമായിട്ട് തോന്നി. അപ്പം മോദിയുടെ ഇന്ത്യയിൽ എനിക്ക് ഈ രണ്ട് വാർത്തയും കമ്പയർ ചെയ്യുകയും അത് എടുത്ത് നിങ്ങളോട് പറയുകയും ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ഗതികേട് തന്നെയാണ്.